കണ്ണിലെ സൗന്ദര്യം കൊണ്ട് പുരുഷന്മാരെ കുടുക്കി അവരുടെ രക്തം കുടിച്ച് ജീവിക്കുന്ന ഒരു ഭീകര ആത്മാവ് അതാണ് വടയക്ഷി. കേരളത്തിന്റെ ഗ്രാമങ്ങളിലുടനീളം പ്രചരിച്ച ഒരു പുരാണ കഥയാണ് വടയക്ഷിയുടെ കഥ. ഒരിക്കൽ ജീവിച്ചിരിക്കുമ്പോൾ അത്യന്തം സുന്ദരിയായ ഒരു സ്ത്രീ തന്റെ സൗന്ദര്യം ദുരുപയോഗപ്പെടുത്തി പലരുടെയും ജീവനെടുത്തുവെന്ന് പറയുന്നു. അതിനാൽ ദേവതകളുടെ ശാപം ലഭിച്ച് മരണം കഴിഞ്ഞ് ഒരു യക്ഷിയായി മാറി. രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പുരുഷന്മാരെ ആണ് അവൾ കൂടുതലും ഇരയാക്കുന്നത്. വെള്ളയോ ചുവപ്പായോ സാരി ധരിച്ച് മുടിയിൽ പൂക്കൾ അലങ്കരിച്ച് വഴിയോര മരത്തിനടിയിൽ ഇരിക്കുന്നവളായാണ് അവളെ കാണുന്നത്. വടയക്ഷിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ കഥ, ഒരു രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന വഴിയിൽ ഒരാൾക്ക് വഴിയോരത്ത് ഒരു സുന്ദരിയായ യുവതിയെ കാണുന്നു. അവൾ വിശന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ചുണ്ണാമ്പ് ചോദിച്ചു. അവനെ സമീപത്തെ കുടമ്പിള്ളിയുടെ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുടമ്പിള്ളി അവൾക്ക് ചുണ്ണാമ്പ് നൽകി. പക്ഷേ അടുത്ത ദിവസം പുലർച്ചെ കുടമ്പിള്ളിയെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടു. കഴുത്തിൽ രക്തം കുടിച്ച പാടുകൾ. ഗ്രാമത്തിലെല്ലാവരും പറഞ്ഞു, വടയക്ഷി അവനെ കൊണ്ടുപോയി. വടയക്ഷിയെ തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങൾ പറയപ്പെടുന്നു. വെളുത്ത മുഖം, നീളമുള്ള കരിമ്പട്ട മുടി, പാദങ്ങളിൽ ശബ്ദിക്കുന്ന പാദസരം, അപ്രതീക്ഷിതമായി വരുന്ന മല്ലിപ്പൂവിന്റെ സുഗന്ധം. ചിലരുടെ അഭിപ്രായത്തിൽ ആക്രമിക്കുന്നതിന് മുമ്പ് അവളുടെ കണ്ണുകൾ രക്തചുവപ്പ് നിറമായി മാറും. ഇന്നും കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ വടയക്ഷിയുടെ കഥ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വെറും ഒരു പുരാണകഥ മാത്രമാണോ? അല്ലെങ്കിൽ ഇന്നും ഇരുട്ടിന്റെ മറവിൽ ആരുടെയോ പിന്നാലെ അവൾ നടക്കുകയാണോ?